ഹലോ ഗൈസ്, അപ്പോൾ മല്ലൂസ് ജർമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്? ട്രാവൽ വിത്ത് എംഎജി അഗൈൻ ടു പാരീസ്. നല്ല ടൈമിംഗാ. ഇനി ഈ രണ്ട് സ്പീക്കർ മതി. എടാ ടയറുള്ള മെട്രോ എന്തുണ്ട് ഇത്? പാരീസിന്റെ വേറൊരു മുഖാട്ടോ. ഇവിടെ ഞങ്ങൾ വിചാരിച്ചല്ലോ കേട്ടോ, നല്ല രീതിയിൽ മഴയും എന്താണ് പറഞ്ഞത്. അയ്യോ അതെ, ഇന്ന് മെയ് 3-ാം തീയതി നമ്മുടെ വീണ്ടും സെക്കൻഡ് മെയ് 2-ാം തീയതി. മെയ് 2-ാം തീയതി ആയിട്ട് രാത്രി 11 മണി ഫ്രാങ്ക്ഫർട്ട് ഹൗബാനോഫിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഫ്രാങ്ക്ഫർട്ട് HBFലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ട്രിപ്പ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും പിന്നെ കൊളോണിയിൽ നിന്നായിരുന്നു നമ്മുടെ പിക്കപ്പ് പോയിന്റ് പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഫ്രാങ്ക്ഫർട്ട് മാത്രമാണ് വച്ചേക്കുന്നത്. ഏകദേശം 55 ആൾ വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ്. 55 ഞങ്ങളും കൂട്ടി 57 ആള്, പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരും കൂടി എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച അതെ, എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത്. പക്ഷെ നമ്മൾ ഇതിനകത്തൊക്കെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോൾ അറിയാവുന്നതാണ്. ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സീൻ കിട്ടിയിരുന്നു. ഞങ്ങൾ ഈ വീഡിയോയിൽ വഴിയെ പറയാൻ കാര്യങ്ങൾ. ഹലോ, യൂട്യൂബ് വീഡിയോ ആണ് ചെറുതായിട്ട്. ഈ ചേച്ചിമാര് നിങ്ങളൊക്കെ ചേച്ചിമാരൊക്കെ സെയിം സ്ഥലത്ത് തന്നെ, സെയിം ലൊക്കേഷൻ? ഇപ്പൊ പരിചയപ്പെട്ടു. അടിപൊളി, കൊള്ളാം. ഞങ്ങളങ്ങനെ ഓടി നടന്ന് എല്ലാവരും പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഇവരെല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളായതാണ്. ഇപ്പൊ സമയം ഒരു അറിയത്തില്ല കേട്ടോ സത്യമായിട്ടും. അത് ശരി, എല്ലാം അടിപൊളിയാട്ടോ, നല്ല പിള്ളേരാട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന പിള്ളേർ, അടിപൊളി പിള്ളേർ. മാർക്ക് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളപ്പോൾ ലൊക്കേഷൻ എന്തായാലും തപ്പി കണ്ടുപിടിക്കട്ടെ. ബസ് എന്തായാലും കൊന്ന് നിർത്തണം കുറച്ച് നേരം. വണ്ടിയാണ് ട്വിസ്റ്റ്. 3 മിനിറ്റ് കൊണ്ട് 55 ആളെ പേര് വിളിച്ച് കയറ്റാൻ പറ്റുമോ? ആരാ നീ, എന്തിരനോ? എല്ലാവരോടും ഇങ്ങോട്ട് ഫൈനലി ഞങ്ങൾക്കൊരു ബസ്സിൻ്റെ സ്പോട്ട് കിട്ടിയതേ. ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ വണ്ടി നിർത്തുന്നത്. നല്ല ടൈമിംഗാ, പെട്ടെന്ന് പോയിരിക്കും. ഇതല്ല വണ്ടി, ഇതല്ല ഡബിൾ ഡെക്കർ. ഹായ്, ഹലോ എന്താണ് ബ്ലോഗർ, എന്തേലും പറയണ്ട? ഒന്നും പറയില്ല. ഇവിടെ നൈസായിട്ട് പേര് വിളിച്ചോണ്ടിരിക്കുക. ഡബിൾ ഡെക്കർ ആണോ? അല്ലല്ല, നമ്മുടെ അല്ല, ഈ വണ്ടി നമ്മുടെ അല്ല. നമ്മുടെ വണ്ടി വന്നിട്ടില്ല. മല്ലൂസിൻ ജർമ്മനി. മല്ലൂസിൻ ജർമ്മനി തന്നെ. എന്താണ് പറഞ്ഞത്? അയ്യോ ടൈമിംഗാലോ ജർണോ, നല്ല ടൈമിംഗാലോ. എല്ലാവർക്കും അവരവരുടെ സീറ്റുകൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വൺസ് അഗൈൻ എല്ലാവർക്കും നമ്മുടെ ട്രാവൽ വിത്ത് എംഎജി ടു പാരീസിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. നമ്മൾ ഏകദേശം 55 പേര്, ഇൻക്ലൂഡിങ് ഞങ്ങളെ കൂടി 57, പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരെ കൂടി 59. 2 മലയാളി ഡ്രൈവർ ചേട്ടന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ജോബിൻ ചേട്ടനും ചെറിയ ചേട്ടനും. പ്രാർത്ഥന കഴിഞ്ഞു. ഇനി അടുത്തത് വണ്ടി എടുക്കുക, ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക. കഴിഞ്ഞ പ്രാവശ്യം പോയ അണ്ണന്മാർ തന്നെ അവിടെ ഉണ്ട്. ജെർണണ്ണനുണ്ട്, ജോബിനണ്ണനുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മണിക്കൂർ ട്രാവൽ ചെയ്തു വന്ന അവര് ഐസ നമ്മള് വേറെ വണ്ടിയായിരുന്നു ആക്ച്വലി ബുക്ക് ചെയ്തത്. പക്ഷെ ചെറിയ സാങ്കേതിക തകരാറുകൾ മോളാന്നൊക്കെ ഇവര് പറയണു. അതെ, ഒരു ടൈപ്പായിട്ട് കേൾക്കാണ്ട് 2 കൂടി നമ്മളെ പറ്റിക്കാനായിട്ട്. എല്ലാ സംഭവം വെച്ചാ ആ വണ്ടിയുടെ ഡോറ് കംപ്ലൈന്റ് ആയി. സോ റിസ്ക് ആണ് ആ വണ്ടി കൊണ്ട് പോണത്. അതുകൊണ്ട് നമ്മൾ ഡബിൾ ഡെക്കർ എടുത്തിട്ടാണ് വരുന്നത്. വിത്ത് ബാർ കൗണ്ടർ, കിച്ചൺ, എല്ലാം ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. പാർട്ടി ലൈറ്റ് ഓഫ് കോഴ്സ്. അതെ, അതെ, പകുതി വർക്കാവില്ല. ഇതിപ്പോ 60 പേരുടെ വണ്ടി വിളിച്ചിട്ട് ഇപ്പോ 79 സീറ്റല്ലേ? 79 സീറ്റ് വലിയ വണ്ടി ആയിട്ടാണ്. ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമുണ്ട്. സോ ഇവരുടെ അതെ കമ്പനി ഈ പോണ വഴിക്കാണ്. അപ്പൊ അവിടുന്ന് ചിലപ്പോ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയ സ്പീക്കർ ആ വണ്ടിക്കകത്തായി പോയി, വണ്ടിയുടെ ബൂട്ടിലിരിക്കുന്നത്.
ആ വണ്ടിയിൽ നിന്ന് എടുക്കാൻ ഇവര് മറന്നതാണെന്നൊക്കെ പറയുന്നു. അപ്പൊ പോണ വഴിക്ക് നമ്മൾ ഇവരുടെ കമ്പനിയിൽ കയറി സാധനം എടുക്കുന്നതായിരിക്കും അല്ലേ? നമ്മുടെ ബോഷോട്ടാനും കൂടെ ഒന്ന് ഓക്കെ ഒന്ന് എഴുന്നേറ്റ് വന്നാൽ ഒരു ഓൺ അടിക്കാമോ? ആ അടിപൊളി. ഏത് വണ്ടി കിട്ടോ? മാന്റെ വണ്ടി കിടക്കുന്നുണ്ട്. ലെൻസ സിറ്റി ബസ് ഏതില് വണ്ടി കിട്ടിയാ മതി. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വണ്ടി കണ്ടല്ലേ? മേലെടുക്കണേ. ഓ വേറെ സ്ഥലത്താണ്. ഇവിടെ എന്തോര വണ്ടികൾ ആരെ പുറത്തേക്ക് ഇറക്കണ്ടോ. ഇനി ഈ 2 സ്പീക്കർ മതി. അലമ്പായി. നമ്മുടെ കൂടെ ഒന്ന് ഡ്രൈവറായ ജെറിൻ ചേട്ടന്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു വന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. സമയം ഇപ്പോൾ രാവിലെ 5:12. ഓട്ടം തന്നെ ഓട്ടം അല്ലേ? ക്ഷീണിച്ച 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്കിലെത്തും. അവിടെ നമുക്ക് ചായയും കുടിച്ച് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ നേരെ പാഴ്സലേക്ക് പോകാം. സമയം ഏകദേശം 6:02. ഞങ്ങളപ്പോൾ നൈസായിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി. നമ്മുടെ ഏകദേശം 3/4 മണിക്കൂറിൻ്റെ ഫ്രഷപ്പല്ലായിരുന്നോ. ഇവിടുന്ന് ഇനിയിപ്പോൾ ഡയറക്റ്റ് പാരീസ് ഹീഫിൽ ടവറിൻ്റെ അടുത്തേക്കാണ് വണ്ടിയുടെ പാർക്കിംഗ് ഉള്ളത്. അല്ല ബാലൻസ് ഒന്നും കിട്ടിയില്ലല്ലോ. അല്ലണ്ട അയ്യോ പണിപാളി നാട്ടിൽ തെറിക്കിയ സാധനം അത്. എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ എടുത്തിട്ട് ടാറ്റിക്സ് ആണ് അതൊക്കെ. ഇങ്ങനെ ആയിരിക്കണം. എല്ലാവട്ടം നമ്മൾ ഐഫൽ ടവറിന്റെ ഫ്രണ്ടിലാണ് വന്നിറങ്ങുന്നത്. ഇപ്രാവശ്യം നമ്മൾ പുറകിലാണ് അണ്ണന്മാര് കണ്ടെത്തിയ സ്ഥലം. ഓ വാ ആര് നിർത്തും. ആ കഴിഞ്ഞ ദിവസം 10 ദിവസത്തെ ട്രിപ്പ് പോയപ്പോൾ കണ്ടെത്തിയതാണ് പറയണത്. ആരും ഇറങ്ങണില്ല. ആർക്കും ഇറങ്ങാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അരെ ബായ് ക്യാ ഹുവാ ഇറങ്ങിക്കോ. ആ ഓക്കേ അത് മാറ്റി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള അത്ര പാടില്ല. ഇവിടെ കറക്റ്റ് നമ്മുടെ ഈഫിൽ ടവർ ഇവിടെ വണ്ടി ഉണ്ട്. വണ്ടി ഇവിടെ കറക്റ്റ് പാർക്കിംഗ് കിട്ടി. സോ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ കിട്ടി. എല്ലാവരും മാക്സിമം ബയോ ആ അതെ. അയ്യോ ഒരു ഫോട്ടോ എടുത്ത് കിട്ടിയില്ല. അപ്പോൾ പാരീസ് എക്സ്പ്ലോർ ചെയ്തിട്ടോ. സൂപ്പർ എക്സ്പ്ലോർ ചെയ്തിട്ടോ. ഏതാ മാക്സിമം അത്ര ഉള്ളൂ. നമുക്ക് ധാരാളം. എന്റെ പൊന്നെ ഇതെന്തത്? എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം. ഓക്കെ സെറ്റ്. ഞങ്ങൾക്ക് ഈ ഒരു കാർഡ് കിട്ടി. ഇവിടത്തെ കാർഡ് ഇങ്ങനെയാണോ ടിക്കറ്റ് എടുത്താൽ ഞങ്ങള് 10 കൊല്ലത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. 10 കൊല്ലത്തെ വാലിഡിറ്റി. അപ്പൊ നമുക്ക് കാർഡ് സ്വന്തമായിട്ട് കിട്ടും. 10 കൊല്ലത്തേക്ക് ഇതിന് ഉപയോഗിക്കാം. ഇനി എപ്പോൾ പാരീസ് വന്നാലും ഇത് ഉപയോഗിക്കാം. ശരിക്കും ഞങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഒരുത്തൻ 10 വർഷം എന്ന് പറയുന്നത്, ഒരുത്തൻ 1 ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നല്ല കാർഡാണ്. പക്ഷേ കാർഡിന്റെ പൈസ തെണ്ടി എടുത്തോന്ന് ഡൗട്ട്. കാർഡിന്റെ പൈസ 21 യൂറോ പോയിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ. €2 കാർഡിന്റെ പൈസ. ബാക്കി 2.50 വെച്ച് ടു ആൻഡ് ഫ്രോന്റെ അവൻ എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ €5 അത് ഒരാൾക്ക്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് കണ്ടറിയാം. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇട്ട് നോക്കിയാൽ നമുക്ക് കയറാൻ പറ്റും. അവൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വഴിയും കൂടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ടയറുള്ള മെട്രോ എന്തുണ്ട്. അങ്ങനെ മെട്രോയില് കയറി വയ്യാത്തവർക്കൊക്കെ എന്തത് ഇവിടെ ഇരിക്കാൻ പോലെ ഓടി ചാടി. നമ്മളടുത്ത് ഒരു മെട്രോ ഇറങ്ങി ലെഫ്റ്റാ. അടുത്ത വണ്ടി കയറണം. ഇവിടെ ഒറ്റ മലയാളീസം കണ്ടില്ല കേട്ടോ. അതൊക്കെ ബെർലിനായിരിക്കണം. എന്തൊരു ലോഡ് മലയാളീസം കടന്നു. ഇതാണ് മെയിൻ പാരീസ് റെയിൽവേ സ്റ്റേഷനിലെ. ഹാംബുർഗ് നമ്മുടെ ഫ്രാങ്ക്ഫർട്ടൊക്കെ പോലെ ഉണ്ട്. എന്ത് ട്രെയിനാണത്? ഫ്ലൈറ്റിന്റെ പോലെ ലുക്ക് ഉണ്ടല്ലോ. ഫ്ലൈറ്റിന്റെ ലുക്കുള്ള ട്രെയിനോ? എവിടെ ഫുൾ ഇന്ത്യയിലോ? ബെസ്റ്റ് ഓഫ് ഇന്ത്യ. ആഹാ ഇത് ഇന്ത്യ റെസ്റ്റോറന്റ്. ഏതാ എവിടെയാ കട? എടാ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഇന്ത്യൻ. ഈ ഫുൾ സ്ട്രീറ്റ് തമിഴന്മാരുടെയാണെന്ന് തന്നെ. എടാ നമ്മളിപ്പോ എവിടെടാ? പാരീസ് തന്നെയാണോ? ഇത് പാരീസ് ആണെങ്കിൽ ഡൗട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ എവിടേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് സത്യം പറ. ഇത് അധോലോകോ? തമിഴന്മാരെ അധോലോകോ? ഇന്ത്യക്കാര് മൊത്തം ഷമീന സൂപ്പർ മാർക്കറ്റ്.
എവറസ്റ്റ്, ബാബി ബസാറോ, എൻ്റെ പൊന്നെ, മയൂര, ഫ്രഷ്ലി മെയ്ഡ് 100 പ്യുവർ ഗീ. ഇത് എടാ അതെ മറ്റേ ഇത് സ്വീറ്റ്സിന്റെ കട, ബേക്കറി. ഇത് പാരീസിന്റെ വേറൊരു മുഖാട്ടോ. സീൻ തന്നെ കൊള്ളാൻ പരിപാടി. ഇതാണ് മെയിനായിട്ട് കാണേണ്ട സാധനങ്ങൾ. നമ്മുടെ നാട്ടിൽ ലഡു, പേട, സോറി കപ്പലണ്ടി, മിച്ചർ, ഇടിയപ്പം, പുട്ട്, മീൻ, പിന്നെ ബോളിയാണോ അത്? ബോളിയല്ലേ, സുഖിയൻ, അതും 10 ഭയങ്കര വിലക്കുറവുണ്ടോ? നിങ്ങൾ ഈ കടയിൽ പാരീസ് വരാണെങ്കിൽ ഈ കടയിൽ കയറിക്കോട്ടോ, ഭയങ്കര വിലക്കുറവാണ് ഈ കട. ദേ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, സ്റ്റോപ്പിൻ്റെ ഇവിടെ വരുന്നത് ആച്ചി ലൈവ് പൊറോട്ട അടിക്കണം. കുറെ നാളെ ലൈവ് പൊറോട്ട അടിച്ചിട്ടുണ്ട്, നാട്ടിലല്ലാണ്ട് വേറെ ജർമ്മനിയിലൊന്നും കാണാനേ കിട്ടത്തില്ല. ഞങ്ങൾ 6 പൊറോട്ട, 10 ഇടിയപ്പം, 2 തന്തൂരി, 2 മീൻ വറുത്തത്, 10 ഇടിയപ്പം, ഒരു ബീഫ് കറി, പിന്നെ ഒരു മട്ടൻ കറി, പിന്നെ 4 ഉഴുന്നുവട, 6 ഉഴുന്നുവട പറഞ്ഞു നമ്മള്. 6 ഉഴുന്നുവട, 2 ഉള്ളിവട. ഇതിലെല്ലാം കൂടി എത്ര? 42 യൂറോ 50 സെന്റ്. ഇനിയിപ്പോ പാരീസ് വന്നാൽ ഇതിനു വേണ്ടി തന്നെ വന്നാലും അതെ നഷ്ടമില്ല. ഫുഡിന് വേണ്ടി മാത്രം നഷ്ടമില്ല. ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ മെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് നമ്മൾ പോയ ആ ഒരു തമിഴ് സ്ട്രീറ്റ്, ഇന്ത്യൻ സ്ട്രീറ്റ്. ചെറുതായിട്ട് ഞങ്ങൾ ഒന്ന് ബ്രേക്കൊക്കെ എടുത്ത്, ബ്രേക്കല്ല, ഞങ്ങൾ ചെറുതായിട്ടൊന്നും അറിയില്ല, എല്ലാവരും ഉറങ്ങി എണീറ്റൊരു ചായ കുടിക്കാൻ പോയല്ലേ. ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്തെത്തി, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എത്തി. രാജസ്ഥാൻ എവിടെ പോയാലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. ചായ വരുമോ? മസാല ചായ, 4 മസാല ചായ കൊണ്ട് പുള്ളിക്കുണ്ടാക്കാനാണ് ജെർണാൻ വിളിച്ചോണ്ട് വന്നേ. ഈ പുള്ളി എന്ത് പരിപാടി ഒപ്പിച്ചാലും ഇങ്ങനെ തന്നെ. ഇത് 3 സ്റ്റാറാണ്. 3.5 സ്റ്റാർ. ചായ ഒന്ന്, ചായ മസാല ചായ ഇനി കുറച്ച് പഞ്ചസാര ഇടാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരുപാട് പഞ്ചസാര, ഷുഗർ പൊടിക്കും. ആദ്യം കുറച്ച് പഞ്ചസാര ഇടാം. നല്ല മണം കേട്ടോ. ഞങ്ങളങ്ങനെ ചായ കുടിച്ച് ഞങ്ങളുടെ സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ, വണ്ടി ഇട്ടുന്ന സ്ഥലത്തിൻ്റെ അവിടെ തന്നെ ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. മൂന്നാർ ആ ഒരു വൈബ് ഉണ്ട്. ശരിയാ. ഞങ്ങളിപ്പോൾ കറക്റ്റ്ലി വണ്ടി എടുത്തിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷൻ അല്ല, പാർക്കിംഗ് നമ്മുടെ ഈഫൽ ടവറിന് അടുത്തുള്ള പാർക്കിങ്ങിലേക്ക് പോയി. ഇവിടെ ഞങ്ങൾ വിചാരിച്ചല്ലോ കേട്ടോ, നല്ല രീതിയിൽ മഴയും നല്ല രീതിയിൽ സീനായിട്ടുണ്ട് ഇവിടെയൊക്കെ റോഡൊക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് നിറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. സോ അങ്ങനെ ഫൈനലി നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷനിലെത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്തത് അവിടെയാണ്, പക്ഷേ ഈ സാധനം തെളിയാൻ വൈകിയത് കൊണ്ട് മാത്രം ഇതിനും മാത്രം ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ മേളിൽ വണ്ടി ഇട്ടു. സോ ഇപ്പോൾ ടൈം 9:57. ഒരു 3 മിനിറ്റും കൊണ്ട് ഇത് ബ്ലിങ്ക് ചെയ്യും. ഒരു 5 മിനിറ്റ് ബ്ലിങ്ക് ചെയ്യും. അത് കാണാൻ വേണ്ടി എല്ലാവരും നോക്കിക്കണം. കുറച്ച് പേരൊക്കെ ഇവിടേക്ക് എത്തി, ബാക്കി എല്ലാവരും അതിൻ്റെ താഴെ തന്നെയാണ്. തെളിഞ്ഞു 10 മണി. സൗണ്ട് ഒന്നും ഇവിടെ. അങ്ങനെ എല്ലാവരും കയറി വണ്ടിക്കകത്ത്. 55 പേരും കയറി. 57. നമ്മളിപ്പോൾ ടോട്ടല് 59 പേര് എല്ലാവരും കൂടി. നിങ്ങൾ മടുത്ത സത്യമായിട്ടും, കാരണം ഇന്നത്തെ വെതർ നല്ല വെതറായിരുന്നു എന്നും പറയാം. ുണ്ടെങ്കിൽ പാട്ട് വെക്കുക, നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം, ലൈറ്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് നിർത്തി ഉറങ്ങാം. എല്ലാവരും പറഞ്ഞ പോലെ ഡെഡ് ഞങ്ങള് പൊളിക്കാം, നമ്മള് പൊളിക്കും, നമ്മള് എനർജി സ്വാഭാവികമാണല്ലോ. രാവിലെ ഇറക്കി വിട്ടാൽ സമയമായി കേട്ടോ. 10-15 മിനിറ്റിനുള്ളിൽ നമ്മള് അങ്ങനെ സക്സസ്ഫുള്ളി ഈ വർഷത്തെ രണ്ടാമത്തെ ബസ് വെച്ച് 3ാമത്തെ ഓൾ ഓവർ 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എത്തിയിരിക്കുകയാണ്. ദ ലാസ്റ്റ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പ്. എന്താ ചോദിക്കേണ്ടത്? ഹളിമാരെ ട്രിപ്പ് എല്ലാം ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? ഓക്കെ ആയിരുന്നല്ലോ അല്ലേ? ചേച്ചി ചേട്ടാ ട്രിപ്പ് ഓക്കെ ആയിരുന്നോ അല്ലയോ? ഇനിയും അടുത്ത ഇതിൽ കാണാം തീർച്ചയായിട്ടും. ബൈ.
ആരും അല്ലെങ്കിൽ നോ പറയരുതേ. താങ്ക്സ്. തീർച്ചയായിട്ടും അടുത്ത വട്ടവും ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു. ബൈ. കാണാം. ബൈ 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 ബൈ. അടുത്ത ബൈ 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 ബൈ. വന്നതിൽ സന്തോഷം. ബൈ. വന്നതിൽ സന്തോഷം. അയ്യോ, ആളിന് പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തതിനും അല്ലാതെ നിങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിനെ തനിക്ക് വിളിയാ വന്നതിന് വളരെയധികം സന്തോഷം. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ടാറ്റ ടാറ്റ. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. തീർച്ചയായിട്ടും ഇനിയും കാണാം. അതായിരുന്നല്ലോ ചോദ്യം. അപ്പോൾ ഇനി നമുക്ക് പോണ വഴിക്ക് കാണാം. ഓക്കെ ബൈ. കാണാം. സെറ്റാണല്ലോ അല്ലേ? കാണാം. ബൈ. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അങ്ങനെ നമ്മുടെ പരിപാടിയുടെ എല്ലാ അവസാനം കഴിഞ്ഞ് 55 പേര് ഇവിടെ, അണ്ണന്മാരും ഇവിടെ ഉണ്ട്. ഒരു ബായ് കൊടുത്തേരെ. ഇനി അടുത്ത വട്ടം കാണാം. യെസ് ആശാനെ, ഒരു ടാറ്റ പറഞ്ഞേരെ. അപ്പോൾ ഇവിടെ കൊണ്ട് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. അവനില്ലെങ്കിലും കുഴപ്പമില്ല തൽക്കാലത്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.